ഇപ്പം ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ്. ഇപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. ദേവട്ടി അമ്മ ഇതോരെ കൂടെയിൽ പോവുകയാണ്. ദേവട്ടിക്ക് റെയിൻ കോട്ട് ഉണ്ടെങ്കിൽ അത് ഓൾ ഇടൂല. എന്ന് ഞങ്ങൾ അച്ഛൻ്റെ കൂടെയാണ് പോവല്. അച്ഛൻ്റെ കൂടെ അല്ല, സ്കൂൾ പടി വരെ അച്ഛൻ്റെ കൂടെ പോവും. പിന്നെ ഞങ്ങൾ ബസ്സിനാണ് പോവല്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെള്ളിയാഴ്ച ആയിട്ട് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അച്ഛൻ വന്നില്ല. ഞങ്ങൾ നടന്നു പോവുകയാണ്. ഇറങ്ങിക്കൊണ്ടിട്ട് ഇറങ്ങി വന്നു. വെള്ളത്തിൽ കുറേ വീഴാനുണ്ട്. ഇപ്പം അമ്മ ഇവിടെ വീഴാൻ പോയി. ഇവിടെ വീണ്ടുമ്പോൾ അവിടെ താഴത്തോളി അസുഖമാണ്. ഇവിടുത്തെ വീഴാത്തിട്ട് അമ്മ അവിടെ പോയി നിൽക്കും. ഒന്ന് വീട്ടിലെ ഇവിടെ നിൽക്കുമ്പോൾ അപ്പം നമ്മളുടെ ഒരു വളവിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. മഴക്കുള്ള കുറേ വെള്ളമുണ്ട് ഇവിടെ. കുഞ്ഞു കുഞ്ഞു ചെയ്യാറാണ്. അന്ന് ദേവി അവിടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ പിന്നെ അവർ ഓട്ടോറിക്ഷയിൽ പിന്നെ ഇനി അവരെ വിളിക്കാൻ പോകും. സ്കൂളിട്ട് വരാൻ, സ്കൂൾ പഠിക്കാൻ വരിക. അപ്പോൾ കുറച്ചവിടേക്കും പോയിട്ട് അവരെ വിളിച്ചുകൊണ്ട് വരും. രണ്ടാൾ കുറേ ദൂരത്തും വിളിക്കാൻ പോകാനിട്ട് പിണങ്ങി വരികയാണ്. പിണങ്ങിയാ പാലിൻ്റെ അന്ന് മിണ്ടുന്നില്ല. എല്ലാവരും കൂടി വരുന്നുണ്ട്. പിന്നെ വൈക്ക് ഇവിടെ കുറേ നായ്ക്കളുണ്ട്. ഇതേപോലെ കുറേ നായ്ക്കളുണ്ട്. പോടുത്ത പൊടി ഒരാളെ ഞാൻ കാണിച്ചെടുത്തേ. അവിടെ ഒരു നായുണ്ട്. മുട്ടായൊക്കെ വാങ്ങി ലാസ്റ്റ് ഒരു മുട്ടായാണ് ബബിൾ. ഞങ്ങൾ വരുന്ന ആളിലൊരു വിറ്റ് ഉണ്ട് കേസ്. ഞങ്ങൾ വരുമായിരുന്നു. അവിടെ ഒരു നായ ഉണ്ട്. ഞങ്ങളെ കണ്ട് പേടിച്ച് ഓടി. ഓടിയപ്പോൾ നായ അവിടെ വഴുക്കുണ്ടായിരുന്നു. ഒറ്റ അടിക്കും ഇടയില്. പിന്നെ നായ നീച്ചിട്ട് ഒരൊറ്റ ഓട്ടം. ഫ്രണ്ട്സ് നമ്മളെ വീടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടാണിത്. നിങ്ങൾ കാണാത്തവർ കണ്ടോളൂ. ഇതാണ് നിങ്ങൾ ബ്യൂട്ടിഫുൾ ഹൗസ്. വെക്കാനാ എന്താ വേണ്ടേ? പായസം വേണോ? കയറാൻ പോവാണ്. അമ്പലർക്കും ടാറ്റാസ്. നമ്മൾ വരുന്നവരെ നമ്മുടെ പാവക്കുട്ടി ഇവിടെ ഒറ്റയ്ക്കാണ്. ഈ അമ്മ ഇതിനൊക്കെ ഒന്നും വയ്ക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാപ്പിച്ചീനൊക്കെ ഉണ്ടാക്കി കൊടുത്തേ. അമ്മ വേറെ എന്തോ സാധനം ഉണ്ടാക്കി കൊണ്ടുവരണം. എന്താ ഓട്സ് പായസമാണെന്നാ പറയുന്നത്. ചൂടുണ്ടാ? നമ്മൾ ഓട്സ് പായസം കുടിക്കാൻ പോവാണ്. അമ്മേൻ്റെ സ്പെഷ്യലാണ്. അമ്മു സ്കൂളിൽ നിന്ന് പെൻസിൽമ ചെയ്ത വർക്കാണ്. പിന്നെ രാത്രിയായപ്പോൾ അച്ഛൻ ബീഫിൻ്റെ മക്രോണിയും കൊണ്ടുവന്ന്. അപ്പോൾ അതും കഴിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അങ്ങനെ പിന്നെ രാത്രിയായി പാവക്കുട്ടീനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി.